നിങ്ങൾക്ക് ഓൾറെഡി ഇങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു, ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു നേരത്തെ? വെച്ചാലും സിനിമയിൽ ഇപ്പൊ നമ്മുടെ എല്ലാ ആഗ്രഹം സിനിമയുടെ എല്ലാ മേഖലകളും അറിയുക, എല്ലാ സിനിമയിലും കൂടുതൽ ഇൻവോൾവ് ആവുക. അപ്പൊ ഒരു ഡയറക്ഷനും സ്ക്രിപ്റ്റ് റൈറ്റിംഗും ഒന്നും നമുക്ക് ഇപ്പൊ ചാടിക്കറി ചെയ്യാൻ പറ്റിയ ഒരു പരിപാടിയാണ്. വളരെ നല്ല തീരുമാനം. അതെ, അതൊരു വലിയ തിരിച്ചറിവായിരുന്നു. അപ്പൊ അത് അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഞാനും സജിനും കൂടെ ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടിരുന്നു, നമുക്ക് എന്തെങ്കിലും ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യണമെന്ന്. അപ്പം ബ്രിജീഷ് വന്നു, ഞങ്ങൾ 3 പേരും കൂടെ ഒരു നല്ല സിനിമ വെച്ച് തുടങ്ങണം എന്നുള്ളൊരു പ്ലാനിലൊക്കെ നിൽക്കുന്ന ടൈമിലാണ് ഇതിന് പാരലായിട്ട് വിനയ് വന്നിട്ട് എൻ്റെ അടുത്ത് ആളി അങ്ങനെ സബ്ജക്റ്റ് കേട്ടു, നമുക്ക് മറ്റേ പഴയ കഞ്ചാവ് കിളിപോയി പടത്തിന്റെ ലേബിൾ ബ്രേക്ക് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ഇത്, 100% ഫാമിലി ഓറിയന്റഡ് സാധനമാണ്, ഒരു ഡിഫറെന്റ് അപ്രോച്ച് ആയിരിക്കും ഈ പടം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനകത്ത് ഭയങ്കര കോൺഫിഡൻസ് തോന്നി. അപ്പൊ ഞാൻ സജിൻ്റെ അടുത്തും ബ്രിട്ടോടുത്തും സംസാരിച്ചു, എടാ ഇതിങ്ങനെ സാധനമുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും പറഞ്ഞാൽ ഇവർ സാധാരണ പ്രേക്ഷകരാണ്, ഇവർക്ക് സിനിമ വേറൊരു ഇൻവോൾവ്മെന്റും ഇല്ല. അപ്പൊ ഇവരുടെ ജഡ്ജ്മെന്റിൽ ഇതൊരു നല്ല സിനിമയായിട്ട് ഇവർക്ക് ഫീൽ ചെയ്തു. അപ്പൊ എനിക്ക് ഉറപ്പാണ് നമ്മൾ സ്ക്രിപ്റ്റ് കേട്ടിട്ട് തോന്നുന്നതിന്റെ മേളിൽ വിനയ് എന്തായാലും ഇത് എനി ടൈം. അപ്പൊ അതാണ് ശരിക്കും എനിക്ക് ഒരു പ്രൊഡക്ഷൻ എന്നുള്ളതിൽ ഒരു കോൺഫിഡൻസ് തന്നു. പിന്നെ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ തെറ്റില്ലാത്തൊരു സുഹൃത്ത് വലയം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് ചൂഷണം ചെയ്യാന്നുള്ളതായിരുന്നു. അത് നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയിപ്പിച്ചറിയാം. കാരണം ഇത് പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്തൊരു സിനിമയാണ്. അപ്പൊ പെട്ടെന്ന് വിളിച്ചിട്ട് ഇപ്പൊ ഇന്ദ്രേട്ടനാണെങ്കിലും ചെമ്പച്ചേട്ടനാണെങ്കിലും നീ ആണെങ്കിലും അജു ആണെങ്കിലും നമുക്കൊരു 45 days എല്ലാവരെയും ഡേറ്റ് ബ്ലോക്ക് ചെയ്യണം. അപ്പൊ പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും കൂടെ ഒരുമിച്ച് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് ഞാൻ വളരെ കൃത്യമായി ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്ത്, അത് ഡേറ്റ്സിന്റെ കാര്യത്തിലാണെങ്കിലും റെമ്യൂണറേഷന്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ കരഞ്ഞ് കാല് പിടിച്ചിട്ടാണെങ്കിലും സമ്മതിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ല, ഒരു നല്ല സിനിമ ചെയ്യാം. എനിക്ക് ഉറപ്പാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവരും സിനിമയെ അത്രയും സിൻസിയർ ആയിട്ട് കാണുന്ന ആൾക്കാരാണ്. അല്ല, നേരത്തെ നീ പറഞ്ഞതിന്റെ ആഡ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ ഒരുമിച്ച് സിനിമയിൽ ആദ്യം തുടങ്ങി, അതിനുശേഷം നമ്മൾ രണ്ടുപേരും ശ്രദ്ധിക്കപ്പെടുന്ന, ആദ്യമായിട്ട് സിനിമയിൽ റൊമാൻസ് ചെയ്യുന്നത് ഇവനായിട്ടാണ്. അതെ അതെ, അതിനുശേഷം മറ്റേ ശ്രദ്ധിക്കപ്പെട്ടൊരു സിനിമയിൽ നമ്മൾ ഒരുമിച്ച് ചെയ്തു. ഇപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കുണ്ടല്ലോ ഈ സിനിമയുടെ ഫീൽ. ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ റേഡിയോയിലാണെങ്കിലും ടി വിയിലാണെങ്കിലും, ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി പോയപ്പോൾ അവിടെ എല്ലാം ഞാൻ കൊഹീറിനെ കൂടി സംസാരിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം തോന്നിയത്, വേറൊരു സിനിമ അല്ലെങ്കിൽ അധികം സിനിമകളിൽ നമുക്ക് ഇത്ര ഫൺ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ലൊക്കേഷനിലാണെങ്കിലും പിന്നെ നമ്മൾ ഭയങ്കര ടെൻഷൻ ഫ്രീ ആയിരുന്നു. പിന്നെ ഞാൻ എല്ലാ സ്ഥലങ്ങളും പറയുന്ന ഒരേ ഒരു കാര്യം, എല്ലാ ആളുകളും സുഹൃത്തുക്കളാണ്. നമ്മൾ രണ്ടുപേരും അല്ല, ഡയറക്ടർ ഇപ്പം റൈറ്റേഴ്സിനെ ആദ്യമായിട്ട് കാണുന്നതാണ്, പക്ഷെ അവർ ലൈക്ക് ബെസ്റ്റ് ബഡീസായി, പ്രൊഡ്യൂസേഴ്സ്, ടെക്നീഷ്യൻസ്, ഈവൻ എല്ലാവരും ഷൂട്ട് ചെയ്തപ്പോ നമുക്ക് അവിടെ ലോക്കൽ ഹെൽപ്പിന് വന്ന ആൾക്കാർ വരെ നമ്മളുമായിട്ട് ഭയങ്കര ഒരു ബന്ധമുണ്ടായി. അതൊരു ശരിക്കും ഭയങ്കര എക്സ്പീരിയൻസ്. ഞാൻ ഇന്ദ്രേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ഇന്ദ്രേട്ടനാണ് നമ്മളെക്കാളൊക്കെ കൂടുതൽ സിനിമ ചെയ്തത്. അപ്പൊ ഇന്ദ്രേട്ടനോട് ചോദിച്ചു, ഇന്ദ്രേട്ട എല്ലാ ലൊക്കേഷനിലും ഇങ്ങനെ ചേട്ടാ ഇല്ല, ഇതിനൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി എവിടെയോ ഫീൽ ചെയ്യുന്നത്. കാര്യം എത്ര ലേറ്റായി ഷൂട്ട് ചെയ്ത് വന്നാലും നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കുറെ നേരം സംസാരിച്ചിട്ടേ പോയി കിടന്ന് ഉറങ്ങുള്ളൂ. അത് ഞാൻ വിനയെടുത്ത് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച ലൊക്കേഷനിൽ ഭയങ്കര ടെൻഷൻ ആയിരിക്കും, എനിക്ക് ഭയങ്കര പ്രഷർ ആയിരിക്കും. പക്ഷെ ഇതിനേക്കാളൊക്കെ കൂടുതൽ നമ്മൾ ആസ്വദിച്ചൊരു ഫ്രീഡം ഉണ്ടായിരുന്നു. നമ്മള് വൈകുന്നേരം ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ ഇന്ന് ഇത് മതിയല്ലേ, ഇത് മതി എന്ന് പറഞ്ഞ് പാക്കപ്പായി പോകാനുള്ള ഒരു ഫ്രീഡവും, നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഒരു ജഡ്ജ്മെന്റിൽ നമ്മുടെ ഉണ്ടായിരുന്ന ഒരു സാധനത്തിലേക്കുള്ള ഒരു ഇത് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റി. തീർച്ചയായിട്ടും നമ്മൾ സിനിമയിൽ വന്നപ്പോൾ എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, നല്ല കൂട്ടായ്മയിൽ നിന്നാണ് സിനിമകൾ ഉണ്ടാകുന്നത്. ഇപ്പം ലാലേട്ടൻ, പ്രിയദർശൻ ഒരു ടീം, അങ്ങനെ ഒരു പല ഗ്യാങ്, ഇപ്പോൾ ട്രിവാൻഡ്രം ബെൽറ്റ് എന്നൊക്കെ നമ്മളെപ്പോഴും പറഞ്ഞ് കളിയാക്കാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കൂട്ടായ്മ ശരിക്കും ഈ സിനിമയിലേക്ക് വന്ന പോലെ എനിക്ക് തോന്നി. ഇപ്പൊ ഞാനാണെങ്കിലും നീയാണെങ്കിലും സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഷൂട്ട് കഴിഞ്ഞിട്ട് ലൊക്കേഷൻ പാക്കപ്പ് ആയ ഉടനെ നമ്മൾ വീട്ടിൽ പോകുന്നു, അങ്ങനെയൊക്കെ ഒരു പ്രാക്ടീസ് ആയിരുന്നു ഇതുവരെ. പക്ഷെ ഇത് തലശ്ശേരിയിലായിരുന്നു ഷൂട്ട്, നമ്മളെല്ലാവരും ഒരുമിച്ചൊരു ഹോട്ടലിൽ താമസിക്കുന്നു. അപ്പൊ അതൊക്കെ കൊണ്ട് ഈ സിനിമയ്ക്കൊരു ചേഞ്ച് ഫീൽ ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ട്. അല്ലെ, ഈ സിനിമയുടെ ഏറ്റവും വേറൊരു സ്പെഷ്യാലിറ്റി ഫുഡായിരുന്നു. അയ്യോ, ഇങ്ങനെ ഭക്ഷണം കഴിച്ചൊരു സെറ്റ് ലോകത്തുണ്ടായിട്ടില്ല. പ്രൊഡക്ഷനൊന്നും നമ്മൾ ഒരുമിച്ച് ഇപ്പൊ നാഷണൽ ഹോട്ടലിലൊക്കെ ആളുകളെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സിനിമയിൽ എല്ലാവരും കൂടെ അകത്തേക്ക് കയറിട്ടെ നമ്മൾ ആളുകളുടെ ഫേസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന, അത് ഇവൻ എൻട്രി ചെയ്തു. പിന്നെ ചെമ്പൻ ചേട്ടൻ, സുധീർ ചേട്ടൻ, അജു, ഞാൻ എല്ലാരും ഇങ്ങനെ കിളി പോയിട്ടുണ്ടല്ലോ. അത് ഈ നാഷണൽ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ചായക്കടയാണ്. അവിടെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളത് അവരുടെ ലഞ്ചാണ്. നല്ല മീൻ പൊരിച്ചത്, മീൻ മുട്ട, മീൻ കറി, ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഞങ്ങൾ എല്ലാ ദിവസവും ഷൂട്ട് ലഞ്ച് ബ്രേക്കിൽ അതിൻ്റെ അടുത്തുള്ളൊരു സ്പെഷ്യാലിറ്റി ഒരു ഹോട്ടലിൽ പോയി നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. ഇതെല്ലാവരും പോയി എക്സ്പ്ലോർ ചെയ്യുക, തിരിച്ചു വന്നിട്ട് ഒരു അരമണിക്കൂർ എല്ലാവരും ഒന്ന് ബ്രേക്കൊക്കെ എടുക്കുക.
ശരിക്കും എനിക്ക് തോന്നുന്നു പഴയ സിനിമകളുടെ ഇപ്പം നമുക്കൊരു ഫ്രീഡം ഉണ്ടായിരുന്നു. വിനയുടെ അടുത്ത് നമ്മൾ പറയാം അളിയ ഇങ്ങനെ ഒരു സാധനം ഞാൻ ട്രൈ ചെയ്യട്ടെ, അപ്പൊ അത് ചെയ്യാൻ ചോദിക്കാനുള്ളൊരു ഫ്രീഡവും, അത് മോശമാണെങ്കിൽ അത് വേണ്ടാന്ന് വിനയ്ക്ക് പറയാനുള്ളൊരു ഫ്രീഡവും നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. ഞാൻ ആദ്യത്തെ ദിവസം ചെയ്യുന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു നറേഷൻ മാത്രം കേട്ടിട്ടുണ്ടല്ലോ. എനിക്ക് മുഴുവൻ തിരക്കഥയുടെ എക്സാക്ട്ലി ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഡേ ഒക്കെ ചെന്ന് ഞാൻ ചെയ്തു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അധികം ഇൻട്രപ്ഷൻ ഉണ്ടാവാറില്ല പലപ്പോഴും നമ്മൾ ഡയറക്ടറായിട്ടൊരു കണക്ടിവിറ്റി. അപ്പോൾ ആ ടൈമിനൊക്കെ മറ്റേ സലീൽ ഐഡിയ ഒക്കെ വന്നിട്ട് സൈഡിൽ ഇങ്ങനെ നിന്നിട്ട് അതുണ്ടല്ലോ, അത് ഇങ്ങനെയാലും എങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഫ്രെഡി ഉണ്ടല്ലോ, ഫ്രെഡി അങ്ങനെ ആയിരിക്കില്ല ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസമൊക്കെ ഞാൻ ആലോചിച്ചു ഇയാൾ ആരാണ്, തൻ്റെ പ്രശ്നം എന്താണ്, ഈ സ്കീമൊക്കെ ആയിരുന്നു ഞാൻ ആദ്യം. പിന്നെ ഞാൻ സ്ക്രിപ്റ്റ് 3-4 തവണ വായിച്ചു. പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ എൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ചോദിക്കുമായിരുന്നു. വിനയനോട് ചോദിക്കും, വിനയ് ഇങ്ങനെ ആയിരിക്കും, വിനയ് ഭയങ്കര ആക്സെപ്റ്റഡ് ആണെന്ന് നീ ചെയ്തു നോക്ക്. എന്നിട്ട് ഞാൻ സലീലിനോട് ചോദിക്കും. കാര്യം റൈറ്റേഴ്സ് ഒരു വർഷം 1.5 വർഷം എടുത്തിട്ട് എഴുതുന്നതാണ്. അപ്പം നമ്മളെ ലാസ്റ്റ് എൻട്രി ചെയ്യുന്ന ആളുകളല്ലേ. അപ്പോൾ പല ഇൻപുട്സും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുണ്ട്. ഈ സലീലും രഞ്ജിയും ഈ സിനിമയിൽ ഓരോ ക്യാരക്ടേഴ്സിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അത് ഞാനും ഇപ്പം ലവ് സോങ് എടുക്കുമ്പോൾ പോലും അല്ലെങ്കിൽ ആ നമ്മുടെ മേജർ സീരിയസ് പോർഷൻസിലേക്ക് വരുമ്പോഴും എൻ്റെ അടുത്ത് വന്നിട്ട് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു മടിയും ഇല്ലാതെ പറയും, ഇതല്ല നമുക്ക് വേണ്ടത്, നമുക്ക് വേണ്ടത്. അത് ഒരു ഡയറക്ടറാണ് പറയണമെങ്കിൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആ ക്യാരക്ടറിന്റെ ഒരു മീറ്റർ ഇട്ടിട്ട് നമ്മളോട് പറയുന്നുണ്ടല്ലോ, അതൊക്കെ വളരെ അപൂർവമായിട്ട് മാത്രം കിട്ടുന്ന ഒരു സാധനമാണ്. ഞാൻ ഒരു പ്രേക്ഷകൻ ഉള്ള നിലയിൽ നിന്റെ അടുത്ത് ചോദിക്കാം, നമ്മുടെ അപർണ വിനോദിനെ പറ്റിയിട്ട് എന്താണ് ഫീഡ്ബാക്ക്? ഭയങ്കര നല്ല അഭിപ്രായമോ. കാര്യം എനിക്ക് നമ്മൾ ഇതിനു മുമ്പ് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നുണ്ട് സിനിമ ചെയ്തിരുന്നു. അവിടെ ഉണ്ടായിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ടായില്ല. ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അപർണയായിട്ട് ഒബ്വിയസ്ലി സീൻസ് ഉണ്ടായില്ല. ക്ലൈമാക്സ് ആയി ഒഴിച്ച്. പക്ഷേ നമ്മൾ ഈ പാട്ടിന്റെ ക്വാളിറ്റി പറയുന്നില്ലേ, ഒരു മേക്കറിന്റെ മാജിക്. മേക്കറിന്റെ മാജിക്കിന്റെ അപ്പുറത്തേക്ക് ഇപ്പൊ അൾട്ടിമേറ്റ്ലി സ്ക്രീനിൽ വന്നു കഴിഞ്ഞപ്പോൾ കറക്റ്റ്, അതായത് നമ്മളെ കുഞ്ഞിലെ നമുക്ക് നൊസ്റ്റാൾജിയ ഉണ്ടായിരുന്ന നടിമാരല്ലേ ഇപ്പൊ അംബിക അല്ലെങ്കിൽ മറ്റേ കാർത്തിക എന്നൊക്കെ പറയുന്നത്. എനിക്ക് ഭയങ്കര അങ്ങനത്തെ ഒരു ഫീൽ കിട്ടി കേട്ടോ പാട്ടിൽ കണ്ടു കഴിഞ്ഞപ്പോ. എടാ ശരിക്കും വിനയ് എനിക്ക് ഞാൻ വിനയെടുത്ത് നിങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു, എടാ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കള് ആക്ട്രസസ് നടിമാരുടെ ഇടയിലുണ്ട്, ഞാൻ വേണമെങ്കിൽ ഓരോരുത്തരോട് സംസാരിക്കുക. അപ്പൊ വിനയ് പറഞ്ഞു, എടാ ഇത് ഓക്കെയാണ്, നമുക്ക് അതും മതി. പക്ഷെ നമുക്കൊരു പുതിയ ആളെ കിട്ടുവാണെങ്കിൽ, നമ്മൾ പണ്ട് മംഗളം മനോരമയുടെ ഒക്കെ കവർ പേജിലുള്ള ഒരു മുഖം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു മുഖം അല്ലേ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ അതിന് വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ മോഡൽസിന്റെ ഇടയിൽ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പൊ എല്ലാവരും ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഭയങ്കര അങ്ങനത്തെ ഒരു ഇത്. അപ്പൊ നമ്മൾ വളരെ നോർമൽ ലുക്കിംഗ്, എന്നാൽ ഈ പറഞ്ഞ പോലെ ഒരു അംബികയൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു മുഖം വേണം. അപ്പോൾ ഷൂട്ട് തുടങ്ങുന്നതിന് 2 ദിവസം മുന്നെയാണ് അപർണയുടെ ഫോട്ടോസ് നമ്മൾ കാണുന്നത്. ഷൂട്ടിന്റെ തലേന്ന് ദിവസമാണ് ഇവള് വന്നിട്ട് സ്ക്രീൻ ടെസ്റ്റ് നടത്തുന്നത്. അപ്പൊ ശരിക്കും നമ്മളെല്ലാവരും ഇങ്ങനെ നോക്കിയിട്ട് ഓക്കെ, നമുക്ക് ലുക്ക് വൈസ് നമുക്ക് ഓക്കെയാണ് ചെയ്യിപ്പിക്കാനുള്ളത്. പിന്നെ ആ കുട്ടിയുടെ ആദ്യത്തെ സിനിമയാണ്, അപ്പൊ അത് ഗ്രാജുവലി ചെയ്യിപ്പിക്കാം. പക്ഷെ അത് നമ്മൾ വിചാരിച്ച അതേ ഒരു ക്യാരക്ടറൈസേഷനിൽ അത് ഭയങ്കര രസമായിട്ട് വർക്കൗട്ടായി. എനിക്ക് തോന്നുന്നു ഈ ഡയറക്ടറിന്റെയും സിനിമോട്ടോഗ്രാഫറിന്റെയും റൈറ്റേഴ്സിന്റെയും അൾട്ടിമേറ്റ്ലി നമ്മളൊക്കെ നന്നായ സിനിമകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അറിയാം, അത് നല്ലൊരു മേക്കറിന്റെ പടത്തിൽ മാത്രം, അല്ലെങ്കിൽ നല്ലൊരു തിരക്കഥയിൽ നല്ലൊരു ടീമിന്റെ ഒപ്പം മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് ഉണ്ടായിരുന്നു തീർച്ചയായും.